ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മകൃതായാധികവേ മുഖ്യന്തേക്ഷൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷ താംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഏതായാലും ശ്രീമദ് ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായം നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. സാരാംശം ഇന്നലെ പറയുണ്ടായി. സഹസ്രനാമം ചൊല്ലുക, ഉദയത്തോടു കൂടി തുടങ്ങുക, അസ്തമയത്തിന് മുമ്പ് കഴിക്കുക, 12 ബ്രാഹ്മണരെ കാല് കഴിച്ചു കൂട്ടുക, മധ്യാഹ്നത്തിൽ കുറച്ച് നേരം നിർത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ലഘു ആഹാര ക്രമങ്ങൾ ശീലിക്കുക. അതൊക്കെയാണ് പൊതുവേ പാലിക്കേണ്ടതായിട്ടുള്ളത്. ആ വന്ദന ശ്ലോകങ്ങളെന്നൊക്കെ പറഞ്ഞല്ലോ. കുമാര ഊജോ അതത്തെ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായർവസഭിച്ചേവ പ്രായസാധ്യോ വിധി സ്മൃത ദൈവജ്ഞന്തമാഹൂയ മുഹൂർത്തം വൃച്ചയത്ന. നല്ലൊരു മുഹൂർത്തം ആദ്യം നോക്കണം എന്ന് പറയണം. വിവാഹേയാദിശം വിത്തന്താദിശം പരികൽപ്പയേൻ നഭസ്യ ആശ്വിനേ ജോച മാർഗശീർഷുചിത് നഭ. വൃശ്ചിക മാസത്തോടുകൂടി വരുന്ന മാർഗശീർഷം, ആശ്വിന മാസം, അതായത് ചിങ്ങം, കന്നി മുതലായിട്ടുള്ള മാസങ്ങളൊക്കെയാണ് ഭാഗവതം നടത്താൻ പറ്റിയ കാലം. ഏതേ മാസാകഥാരംഭേ ശ്രോതൃണാം മോക്ഷസൂചക മാസാനാം വിപ്രകയാനി താനി തജ്യാനി സർവദാ സഹായാച്ചേതരേ തത്ര കർത്തവ്യാതോദ്യമാച്ചേ. ഏത് സമയവും പറ്റും കേട്ടോ. ചില മാസങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞുള്ളൂ, ഏത് മാസവും ആവാം. മാസാനാം വിപ്രകയാനി താനി തജ്യാനി സർവദാ സഹായാച്ചേതരേ തത്ര കർത്തവ്യാതോദ്യമാച്ചയ ദേശേ ദേശേ തഥാ സേയം വാർത്താ പ്രേക്ഷ പ്രയത്നത ഭവിഷ്യതി കഥാചാത്ര ഗന്ധവ്യം കുടുംബപേ ദൂരേ കരികഥാ കേചിത് ദൂരേ രാച്യുത കീർത്തനാം തിയശൂദ്രാദയോ യേ ചത്തേഷാം ബോധോ യതോ ഭവേ ദേശേ ദേശേ വിരക്ത ഹേ വൈഷ്ണവ കീർത്തനോത്സുകാः തേഷേവ പത്രം രേക്ഷിഞ്ജാതല്ലേഖന ഇതീരിതം സദാം തമാജോപവിധാതരാത്രന്തുർലഭ അപൂർവരസരൂപേവ കഥാചാത്ര ഭവിഷ്യതി ശ്രീഭാഗവത പീയൂഷപാനായ രസലംബട ഭവന്തശ്ചത്തഥാ ശീഘ്രം മായാത പ്രേമ തത്പരാः നാവകാശ കഥാചിച്ഛേത് ദിനമാത്തം ദധാപിതു സർവദാഗമനം കാര്യം ക്ഷണോത്രേ വസ്തു ദുർലഭ ഏവം കാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസത്താനാനി കൽപ്പയേൻ തീർത്ഥേ വാഭിവനെ വാഭിഗൃഹേ വാ ശ്രവണം മതം വിശാല വസുതായത്ര കർത്തവ്യം തത്കഥാ സ്ഥലം ശോധനം മാർജനം ഭൂമേലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുത്രിത്യ ഗൃഹകോണേ നിവേശയേർ അർവാത് പഞ്ചാഗതോ യത്നാദാതീർണാനി പ്രമേളയേൻ കർത്തവ്യോ മണ്ഡപ പ്രച്ഛേകദളീകണ്ഠമണ്ഡിത ബല പുഷ്പദള വിശ്വപിധാനേന വിരാജിത ചതുർദിക്ഷുദ്വരാജാരോപോ ബഹു സമ്പദ് വിരാജിത ഊർദ്ധം തത്തേവ ലോക ച കൽപ്പനീയാതവിത്തരം തേഷ വിപ്ര വിരക്താശ്ചത്താപനീയ പ്രബോധയ പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം ഭക്തുച്ചാവിതദാ ദിവ്യമാസനം പരികൽപ്പയേൻ ഉദം മുഖോ ഭവേത് ഭക്തശോദാപേ ബ്രാഹ്മുഖത്തദാ ബ്രാഹ്മുഖേത് ഭവേത് ഭക്തശോദാ ചോദമുഖത്തദാ തവ പൂർവതിജ്ഞയാ പൂജ്യപൂജക മധ്യത ശോദ്രീണാമാഗമേ പ്രോത്താദേശകാലാദികോവിദൈഃ വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്ര വിശുദ്ധകൃത്ത് ദൃഷ്ടാന്തകുശലോ ധീരോ ഭക്താകാര്യോ അതിനിസ്പൃഹ അനേക ധർമ്മവിഭ്രാന്താശ്രൈണാപാഖണ്ഡവാതിനാശുഖശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാർത്ഥേതി പണ്ഡിതാഃ ഭക്തുപാർച്ചേതകായാർത്ഥം അന്യഥാപ്യതഥാവിധ പണ്ഡിത സംശയച്ഛേത ലോകബോധനതത്പര ഭക്താക്ഷപുരം പ്രകർത്തവ്യം ദിനാദർവാക് പ്രതാപ്തയെ അരുണോദയേ സോ നിർവത്യ ശൗചസ്നാനന്ദമാതിരെ നിത്യം സംക്ഷേപതക്കുത്ത സന്ധ്യാദ്യം സ്വം പ്രയത്നത കഥാവിഘ്ന വിഘാതായ ഗണനാഥം പ്രപൂജയിൽ ഗണപതിയെ പൂജിക്കുക, ഗണപതി ഹോമം നടത്തുക. തുടക്കത്തിൽ ഗണനാഥനെ പൂജിക്കണം, ഗണേശ്വരനെ സ്മരിക്കുക. പറ്റീച്ച ഗണപതി ഹോമം ഞാൻ അല്ലെങ്കിൽ ഗണപതിയെ സ്മരിക്കുക. ഗണപതി പൂജയെങ്കിലും വേണം തുടക്കത്തിൽ, വിഘ്നം ഇല്ലാണ്ടിരിക്കാൻ. ഗണനാഥം പ്രപൂജയിൽ പിതൃതന്ത്രം ചിത്തേതമാതിരെ മണ്ഡലഞ്ച പ്രകർത്തവ്യം തത്തപ്യോകരിത്തത കൃഷ്ണമുദ്ദിശ്യമന്ത്രേണ ചരേ പൂജാഭിധിംക്രമാത്. 3 നേരം കൃഷ്ണപൂജ ചെയ്യണം.
കൃഷ്ണം ഉദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാൻ പ്രദക്ഷിണ നമസ്കാരം പൂജാനന്ദേ പ്രതിമാചരേ. ശ്ലോകം പറയണം. സംസാരസാഗരേ മഗ്നം തീനം മാങ്കരുണാനിതേ കർമ്മ മോഹഗൃഹീതാംഗം സാമുത്തരപവാർണവാൻ ശ്രീമദ് ഭാഗവതസ്യാപി തഥാ പൂജാ പ്രയത്നതാ കർത്തവ്യാ വിധിനാ പ്രീത്യ ധൂപദീപതമന്യത. ധൂപദീപങ്ങളെ കൊണ്ട് ഭാഗവതത്തെ പൂജിക്കണം. തതത്ത് ശ്രീബലന്തുത്വ നമസ്കാരം മാത്രേ തതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം തഥാ ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണേവീകൃതോസിമയാ നാഥാം തീർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോന്തബലസർവതാത്വയാ നിർവിഘ്നേനേവ കർത്തവ്യോദാസോഹം തവ കേശവാം. ഏവം ദീനവച പ്രോച്യ വക്താരം ജാത പൂജയേതം പൂജവത്രഭൂഷാണി പൂജാന്തേ തഞ്ച സംസ്തവേൻ ശുഗരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദാം ഏതക്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ തദഗ്രേ നിയമപ്പച്ച കർത്തവ്യസേ മുദാ തത്തരാത്രം നിജാശക്തിയാ ധാരണീയസേവ ഹി ഭരണം പഞ്ചവിപ്രാണാം കഥാഭംഗ നിവൃത്തയെ കർത്തവ്യം തേർഹരേ ജാപ്യം. ദ്വാദശാക്ഷരവിദ്യ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കഴിയുന്നതൊക്കെ പ്രാവശ്യം ചെല്ലുക. ബ്രാഹ്മണ വൈഷ്ണവാചാന്യാന്തത കീർത്തനകാരിണ തത്വ സമ്പൂജ്യ തത്വാജ്ഞാസയം ആസനമാമിശേ ലോകവിത്തധനാകാരവുത്തചിത്തം വിദസ്യ ച കഥാചിത്ത ശുദ്ധമതീസ ലഭേ ബലമുത്തമം ആസൂര്യോദയമാരഭ്യ സാർദ്ധ ത്രിപ്രഹരാന്തകം വാചനീയ കഥാസമ്യ ധീരകണ്ഠം സുധീമത. വല്ലാതെ ഉറക്കിയും വല്ലാണ്ട് മെല്ലെ കേൾക്കാത്ത വിധം ചെല്ലരുത്. അത്യുച്ചത്തിൽ ചെവി പൊട്ടിക്കണ ഒച്ച വേണ്ട എന്നും പറയണം. ഇതിനാണ് ധീരകണ്ഠം എന്ന് പറയുക. ധീരകണ്ഠം സുധീമ ധീരകണ്ഠം എന്ന മീഡിയം ശബ്ദത്തിലാണ് വായിക്കേണ്ടത്. കഥാവിരാമ കർത്തവ്യവും അധ്യാന്യേ ഘടിക 2 മണിക്കൂർ ഉച്ചയ്ക്ക് നിർത്തണം. തൽ കഥാമനുകാര്യമ്പേ കീർത്തനം വൈഷ്ണവേത്തത. അപ്പോൾ വിഷ്ണു കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സുഖാഭ ലഘ്വാഹാരം ഹവിഷ്യാന്യേന കർത്തവ്യോ ഏകവാരം ഏകവീരം കഥാർത്ഥിനാം ഉപോക്ഷത്തരാത്രംബേ ശക്തി ചേണയാ തഥാഗതമാനം പാനം കൃത്ത വേഷണയാ സുഖം ബലാഹാരേണ ഭാവ്യമേകഭുക്തേന വാ പുനഃ സുഖസാധ്യം ഭവേത് യത്തു കർത്തവ്യം ജവനായ തൽ ഭോജനം തുവരം മന്യേ കഥാ ശ്രവണകാരകം നോപവാസോ വരപ്രോ കഥാവിഘ്നകരോ യതി സപ്താഹ പ്രതിനാമസാം നിയമാച്ചുണനാരദ വിഷ്ണു ദീക്ഷാവിഹീനാനാധികാര കഥാ ശ്രവേ ബ്രഹ്മചര്യം അതസുത്തി. നിലത്ത് കിടക്കണം, ഇലയിൽ ഉണ്ണണം. മറ്റു പാത്രങ്ങളോ പ്ലേറ്റ് പോലുള്ളതോ ഉപയോഗിക്കരുത്. ബ്രഹ്മചര്യ അതസുപ്തിയോ നിലത്ത് ഉറങ്ങുക. കിടക്ക കട്ടിൽ മുതലായിട്ട് ഉപയോഗിക്കരുത്. പത്രാവല്യാന്ത് ഭോജനം ഇലയിൽ ഭക്ഷണം കഴിക്കുക. കഥാസമാത്വ ഭുക്തി ച കുര്യാ നിത്യം കഥാമതി ഖനമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. ദിതലം മധു തൈലഞ്ച നെയ്യ് തേന് മുതലായിട്ടതൊക്കെ കടല ഇതൊക്കെ കനമുള്ളതാണ്, ഉപേക്ഷിക്കുക. ദിതലം മധുതൈലഞ്ച ഗരിട്ട നന്ദദേവജ ഭാവദുട്ടം പര്യുഷിതം ജഗാ നിത്യം കഥാ പ്രതീകാമം ക്രോധം മദം മാനം മർത്തനം ലോപമേവജ ദമ്പം മോഹം തഥാ ദേശം ദൂരയേച്ഛ കഥാവൃതി വേദവൈഷ്ണവൈപ്രാണാം ഗുരു ഗോ വൃതിനാം തഥാ സ്ത്രീരാജമകഥാ നിന്ദാമജയത്യ കഥാവൃതി രസല അന്യജമ്ലേച്ഛ പരിതപ്രാത്യകൈ തഥാ ദിജതിങ് വേദഭാഗ്യേ ച നവദേത്യ കഥാവൃതി സത്യം ജോജം ദയാം മൗനം മാർജവം വിനയം ദദാ ഉദാരമാനസം ദത്തദേവം കുര്യാ കഥാവധി ദരിദ്രക്ഷൈരോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ചുണയാച്ച കഥാമാം ഔഷ്പാകാകവന്ദ്യാജാവന്ദ്യാ യാ ച മൃതാർഭക ഭദ്ഗർഭാചയാ നാരീതയാ ശാവ്യ പ്രയത്നത. ഏതാൾക്കും കേൾക്കാം. ഒരിക്കൽ പ്രസവിച്ച് പിന്നെ പ്രസവിച്ചാർക്കോ പ്രസവിച്ചിട്ട് ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കാതെ പോയവർക്കോ ഒക്കെ ആവാം, കുട്ടികളില്ലാത്തവർക്കാവാം, ആർക്ക് വേണമെങ്കിലും ഇതിന് അർഹത നിഷേധിച്ചിട്ടില്ല. അത്യുത്തമ കഥാ ദിവ്യ കോടിയജ്ഞബലപ്രദായ ഏകം കൃത്ത പദ വിധിർ ഉദ്യാപനം അഥാ ചയേ ജന്മാഷ്ടമീ വ്രതം ഇവ കർത്തവ്യം ബലകാശിവേ അകിഞ്ചനേഷു ഭക്തേഷു പ്രായോനോദ്യാപന ഗ്രഹാശവണേനേവ പൂതാത്തേ കാമാ വൈഷ്ണവായതായ ബന്ധകാകയജ്ഞേന്മാത്തേ ചോദ്യവിത്തതാ പുസ്തകത്ത ഭക്തുശ്ച പൂജാ കരിയാതി ഭക്തിദ പൂജാ കുര്യാതി ഭക്തിദ പ്രസാര തുളസീമാല ശോദ്യച്ചാദീയതാ മൃദംഗതാള ലളിതം കർത്തവ്യം കീർത്തനം ദദാ
ഭജനയോ സംഗീതമോ മൃദംഗത്തോട് കൂടിയിട്ടോ താളത്തോട് കൂടിയിട്ടോ ആവാം. ജയശബ്ദം നമശബ്ദം ശംഖശബ്ദം ജകാരേപ്രേപ്യോ യാചകേപ്യച്ച വിത്തമന്നഞ്ചതി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഇന്ന ആൾക്കൊന്നുമില്ല. അത് ചിലപ്പോൾ വിപ്രന്മാരാവാം, യാചകരാവാം, ദരിദ്ര എല്ലാവർക്കും കൊടുക്കണം. വിപ്രേപ്യോ യാചകേഭ്യശ്ച വിത്തമന്നഞ്ചതീയതാം വിരക്തചേത് ഭവേത് ശ്രോതാ ഗീതാവാച്യപരേഹനി ഗൃഹത്തചേതദാ ഹോമകർത്തവ്യം കർമ്മശാന്തേ. ഗീതാപാരായണം ഹോമം നടത്തുന്നത് നല്ലതാണ്. പ്രതിശ്ലോകം തുരുകയാവിദിനാ ദശമസ്തിജാപായസം മരുതർപ്പിഞ്ചാം തിലാനാദി ആദിക സംയുതാം അഥവാ ഗമനം കുര്യാത് ഗായത്ര്യാസുതമാ ഇതാ തന്മയത്താൽ പുരാണസ്യ പരമസ്തു ചതത്വത ഹോമാശക്തോ ബുധോ ഹൗമ്യം ദദ്യാത്തക്ബലസിദ്ധേ അനാച്ഛിദ്ര നിരോധാർത്ഥം ന്യൂനതാധികത അനയോ ദോഷയോ പ്രശമാർത്ഥം ചാപടേന്നാമസഹസ്രകം തേന സ്യാത് സബലം സർവം നാസ്യത്മാ അധികം യഥാ ദ്വാദശ ബ്രാഹ്മണ പച്ചേൽ ഭോജേൻ മധുപായസൈഹി തെജാസുവർണം ദേനുഞ്ജാവൃത പൂർണ്ണത്വഹേതവേ. ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കാലിഴിച്ചു കൂട്ടുക വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ശക്തോ ഫലത്രയ ഇതം സ്വർണതിംബം വിധായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യൻ ലിഖിതൻ ലളിതാക്ഷരം സ്വർണം കൊണ്ടുള്ള ആ സ്റ്റാൻഡിൽ വെക്കണം എന്നൊക്കെയാണ്. അതൊക്കെ ഇല്ലാതൊന്നും സാധിക്കുന്നതല്ല. സംപൂജ ആവാഹനാദേ തദുപചാരേ ദക്ഷിണം പത്രഭൂഷണഗന്ധാദേ പൂജിതായതാത്മനയാചാര്യായ ശ്രുതീർദത്വ മുക്തസ്യാൽ ഭവബന്ധരേ ഏവം ഗതേ വിധാനേ ചത്രവപാപനിവാരണേ ബലദം സ്യാൽ പുരാണം തോ ശ്രീമദ്ഭാഗവതം ചവം ധർമ്മകാമാർത്ഥമോക്ഷാണം ദാതനം സ്യാന്നസംശയ കുമാരാവൂജീരിതേ ഗതന്തർവം കിംഭൂയ ചോദ്യമിച്ചത് ശ്രീമദ്ഭാഗവതേനേവ. ഭുക്തി മുക്തി കരയർത്തിതേ. ഈ ലോകത്തെ സുഖവും കിട്ടും, പരലോകത്തെ സുഖവും കിട്ടും, മുക്തിയുണ്ട്. സുതൗവാചാതെ മഹാത്മാന പ്രോജർഭാഗവതീം ഗതാം ത്രഭാവകരാം പുണ്യം ഭുക്തിമുക്തി പ്രദായിനീം ചുണ്ണതാം ദർഭഭൂതാനാം ദത്താകം നേന മനാം യഥാവിടിത്തതോ ദേവനുഷ്ടപുരുഷോത്തമം തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പൃഷ്ടതാ പരാ താരുണ്യം പരമഞ്ജാവോ സർവഭൂതമനോഹരം നാരദച്ച കൃതാർത്ഥോ ഭൂത് സിദ്ധേ ശ്രീയേ മനോരഥേ പുളകീകര സർവാംഗ പരമാനന്ദം പ്രദാ ഏവം ഗതാന്തമാകണ്യ നാരദോ ഭഗവത്പ്രിയ പ്രേമഗതയാ വാചാതാനുവാച കൃതാഞ്ജലി. നാരദ ഉവാച ധന്യോത്പനുഗൃഹീതോസ്മി ഭവത്ഭി കരുണാവരീ അദ്യമേ ഭഗവാൻ സർവഭാവകരോ ഹരി ശ്രവണം സർവധർമ്മേ വ്യോപരം മന്യേതബോധനാ വൈകുണ്ഠത്തോ യഥ കൃഷ്ണ ചവണാദ്യസ്യ ലഭ്യത്തെ സൂതൗവാചൈവം ബ്രുവദപൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമന്തമായാദർശുകോ യോഗേശ്വരത്തദാ തത്രായ ദോഷോടചവാർഷികത്തദാ വ്യാസാത്മജോ ചാനമഃ ചന്ദ്രമാ കഥാവസാനേന ജലാപൂർണപ്രണാപടൻ ഭാഗവതം ശനൈശനൈഃ തൃട്ടാർദസ്യാവരമോരു തേജസന്തദ്യസമുദ്ധായ ചതുർമഹാസനം പ്രീത്യാ തുരട്ടേത്തം അഭൂജയത് സുഖം തിദോ വദൻ സംശൃണുതാമലാം ഇതം ശീചകോവാച നിഗമതൽപകസരോർഗളിതം ബലഞ്ജുകമുഖാതമൃതത്ലവദന്തംബിപദ ഭാഗവതന്റെ സമാലയം മുഹുരഘോരതിയാവിവാഹുഗാധർമ്മപ്രോച്ചിതകേതവത്ര പരമോദമ്മത്തനാണാന്തതാം വേദ്യം വാത്വമത്രവത്ത് ജീവിതം താവത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംബാപരേരീശ്വരത്തദ്യോവൃത്തവൃത്തതേത്ര കൃതിഭി ശിശൂഷുഭി തക്ഷണാൻ ശ്രീമദ്ഭാഗവതം പുരാണതിലകം വൈഷ്ണവാനാം ധനം എത്തൻ പാരമഹംസ്യ ഏവമമലം ജ്ഞാനം പരങ്കീയതേ. എത്ര ജ്ഞാന വിരാഗഭക്തിസഹിതം മമാമൃതന്ത ചുണ്ണൻ വിടം വിചാരണപരോ ഭക്തിയാവിമുച്ചേന്നരാതുർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാത്തയന്നസാ അതപ്പിബന്ധുഭാഗ്യ മാമാം ജതകർക്കിജസൂതവാചൈവം ബ്രുവാണേതതി ബാധരായണോ മധ്യേ സഭായാം ഹരിരാഭിരാസീർ പ്രഹ്ലാദവല്ലുത്തവ ബാൽഗുനാദിഭി പ്രദസുരക്ഷേർത്തമപൂജയച്ച താൻ ചുട്ടാപ്രസന്നം മഗദാസനേ കരിന്തേ ചക്തിരേ കീർത്തനമകൃതത്തതാ പവോ ഭവാന്യാകമലാസനത്തു തത്രാകുമൽ കീർത്തന ദർശനായ പ്രഹ്ലാദത്താളധാരി തരളകരിതയാചോദ്ധവ കാംസ്യധാരി വീണാധാരോ സുരക്ഷി സ്വരകുശലതയാ രാഗകീർത്താർജുനോ ഭൂൻ ഇന്ദ്രോവാദി മൃദംഗഞ്ജയ സുഗര കീർത്തനേതേ കുമാര യത്രാഗ്രേ ഭാവവക്ത സരസരചനയാ വ്യാസപുത്രോ ബഭൂവ നർത്തമധ്യേ ത്രികമേകയ തത്ര ഭക്ത്യാധികാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിപ്രസന്നോപി വചോ ബ്രവീത്
മത്തോത്തരം ഭാവപ്രധാൻ ഗുണാത്വം പ്രീതകഥാ കീർത്തനതോത്മി സാമ്പ്രതം ചിത്തേതി തദ്വാക്യമതിപ്രസന്നാഃ പ്രേമാർത്ഥചിത്താ ഹരിമൂജിരേതേ നഗാഹധാസു നഗാഹ ഗാഥാസു ച സർവഭക്തേരേഭി ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയ തഥേതി ചേക്ത്വാം ദരധീയത അച്യുത തതോ നമ തച്ചരണേഷു നാരദത്തദാശുഗാദീനഭി താപസംജ്ഞ അതപ്രകിട്ട പരിനട്ടമോഹാ സർവേയുപ്പീതകഥാമൃതാത്തെ ഭക്തിസുധാഭ്യാം തകരിക്ഷിതാ സാക്ഷാത്തെ സ്വഗീയേ വിരദാജുഗേന അതോ ഹരിർഭാഗവതസ്യ ദേവനാ ചിത്തന്തമായാതി ഹി വൈഷ്ണവാനാം ദാരിദ്ര്യദുഃഖചരദാഹിതാനാം മായാപിശാചി പരിമത്തിദാനാം സംസാരസിന്ധോ പരിപാതിദാനാൻ ക്ഷേമായ വൈ ഭാഗവതം പ്രഗച്ഛതീശൗനക ഉവാചാശുകേനോക്തം ഗതാ രാജ്ഞേകോ കർണേന ഗതാ പുനഃ തുരക്ഷേ ഗതാ ബ്രാഹ്മി ചിന്തി മേ സംശയന്തിദം ദൂതവാചാം ആകൃഷ്ണ നിർഗമാത് ത്രിംശൽ വർഷാധിക ഗതേ കലോ നവമീതോ നഭസ്തേജക്കഥാരംഭഞ്ജുഗോകരേൽ പരീക്ഷിച്ചവിണാന്തേജക്കലോ വർഷശതത്വേ ശുദ്ധേശോ നവമ്യാഞ്ജാതേനുജോ കഥേർക്കഥാം തസ്മാദഭിക്കലോ പ്രാപ്തേ ത്രിംശത്പക്ഷഗതേ ദതി ഊജുരുച്ചേതിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണത്വത ഏതൊക്കെ സപ്താഹങ്ങൾ എപ്പൊക്കെ നടത്തി 3 സപ്താഹം ഇവിടെ പറഞ്ഞു. ഒന്ന് നാരദന് സനകാദികൾ പറഞ്ഞു കൊടുത്തത്, പിന്നെ ഒന്ന് ഗോകർണൻ നടത്തി കൊടുത്തത്, പിന്നെ ശുഗൻ പരീക്ഷിച്ചനും. ആ 3 ഏതൊക്കെ സമയത്താണ് എന്നിവിടെ പറഞ്ഞു. ഒന്ന് കലിയുഗം തുടങ്ങിയ സമയത്ത്, പിന്നൊന്ന് എത്ര കാലം കലിയുഗം കഴിഞ്ഞിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ട്, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്, വേറൊന്നുമില്ല. ഇത്തേതത്തെ സമാഖ്യാതം നിപ്പിട്ടോകം ദയാനഖ കലോ ഭാഗവതീ വാർത്ത ഭവരോഗ വിനാശിനി, എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നതാണ്. കൃഷ്ണപ്രിയം സകല കൽമഷനാശനഞ്ച മുക്തേകഹേതും നിഖഭക്തി വിലാസകാരി സന്തക്കഥാനകമിതം പിബദാദരേണ ലോകേകി തീർത്ഥപരിശീലന സേവയാകിം സ പുരുഷമവിവീക്ഷ്യപാചകർത്തം വദഭയമ കില തസ്യ കർണമൂലേ പരിഹര ഭഗവത്കഥാസു മത്താൻ പ്രവരഹന്മന്യുനൃണാം ന വൈഷ്ണവാനാമസാരേ സംസാരേ വിഷവിഷതങ്കാകുലതിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം തിബതഗാദാതുലതുദാംഗിമർത്ഥം വ്യർത്ഥം ദേവജതകുപദേ കുത്തിതകഥേ പരീക്ഷിച്ചാക്ഷീയശ്രവണഗതമുക്തിഗതനേരസപ്രവാകരം സ്ഥാനേ ഹിഷുകേനേരിതാഗത കണ്ടേ സമ്പത്തിരേന സ വൈകുണ്ഠപ്രഭുർഭവേൽ ഇരിജപരമഗുഹ്യം ദർഭതിത്താം ദതിത്തം സപതി നിഗദിതാം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതിഷുകഥാതോ നിർമ്മലന്നാത്തി കിഞ്ചിൽ വിഭാ പരസുഖേതോർദ്വാരസ്കന്ധതാരം ഏതാം യോ നേതതയാ ശൃണോതി ഭക്ത്യാശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേതോ സമ്യക് വിധികരണാൻ ബലം ലഭേതേ യാഥാർത്ഥ്യാത്മകി ഭുവനേക്കുമപ്യസാധ്യം എന്തെന്നെ ഉണ്ട് ഇതുകൊണ്ട് സാധ്യമല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഭാഗവത മഹാത്മ്യം അവസാനിപ്പിക്കുകയാണ്. ഇത് ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ ഷഷ്ടോധ്യായ സമാപ്തമിതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമയം ആയതുകൊണ്ട് ശ്രീമദ് ഭാഗവതം നാളെ ആരംഭിക്കാമെന്നാണ് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.